ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നിങ്ങളെല്ലാവരും PSC ഒക്കെ നോക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 10th പ്രിലിമിനറി എക്സാം നടക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു LGSന്റെ കാര്യം ഒന്ന് നോക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ PSC എഴുതുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഇത് LGS എക്സാം എഴുതിയവരുടെ എണ്ണമാണ്. അതായത് ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്തവരെത്ര, ഉറപ്പ് നൽകിയവരെത്ര, അതുപോലെ തന്നെ പരീക്ഷ എഴുതിയവരെത്ര എന്നുള്ളൊരു ലിസ്റ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കുക, തിരുവനന്തപുരത്ത് ഏകദേശം അപേക്ഷ നൽകിയത് 72,617 പേരായിരുന്നു. പക്ഷെ അതിനുശേഷം കൺഫർമേഷൻ നൽകിയപ്പോഴേക്കും എന്താണ്, അവിടെ 20,000 പേര് കുറഞ്ഞു. അതിൽ നിന്ന് എക്സാം എഴുതിയവർ നോക്കുക, വീണ്ടും ഏകദേശം എന്താണ് 15,000-ഓളം പേര് കുറഞ്ഞ് എത്രയുണ്ട്, 31,420 പേരാണ് തിരുവനന്തപുരത്ത് LGS എക്സാം എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്ത ജില്ലയിലേക്ക് നോക്കിയാലും സ്ഥിതി മാറ്റമൊന്നുമില്ല. കൊല്ലം ജില്ലയിലാണെങ്കിൽ അപ്ലൈ ചെയ്തവർ എത്രയാണ്, 45,297 ആണ്. അതിൽ നിന്ന് അല്ലെ ഏകദേശം പകുതിയോളം 24,741, അതായത് 24,741 പേര് മാത്രമാണ് കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായുള്ളൂ. അതിൽ നിന്ന് വീണ്ടും എന്താണ് 4,000 പേര് കുറഞ്ഞ് 20,761 പേര് മാത്രമാണ് എക്സാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കിയാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. അവിടെ അപ്ലൈ ചെയ്തവർ 17,000 സംതിങ്ങേ ഉള്ളൂ. അതിൽ നിന്ന് എക്സാം എഴുതിയവർ വെറും 7,265 മാത്രമാണ്. ഓക്കെ, ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും എക്സാം എഴുതിയവർ എത്രയാണ്, 15,000 സംതിങ് ആണ്. ഇവിടെ നോക്കുക, അപ്ലൈ ചെയ്തിരിക്കുന്നത് 35,000 ആണ്. അതായത് അപ്ലൈ ചെയ്തതിന്റെ പകുതി ആൾക്കാർ മാത്രമാണ് എക്സാം എഴുതിയിട്ടുള്ളൂ. ഇനി അടുത്തത് കോട്ടയം. അവിടെ 18,836 ആയിരുന്നു അപേക്ഷകര്. അതിൽ ഉറപ്പ് നൽകിയവർ വരുമ്പം 12,016. ഇനി പരീക്ഷ എഴുതിയത് വീണ്ടും എത്രയായി, പകുതിയായി, 7,406 പേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുക, 34,000 സംതിങ് ആണ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത്. അവിടെ അടുത്തത് 23,711, അതായത് 23,711 പേര് കൺഫർമേഷൻ നൽകിയപ്പോൾ അതിൽ നിന്ന് എക്സാം എഴുതിയത് 14,000 പേര് മാത്രമാണ്. തൊട്ട് മുകളിൽ ഇടുക്കിയുണ്ട്. ഇടുക്കി 15,000 പേര് അപേക്ഷ കൊടുത്തപ്പോൾ അതിൽ നിന്ന് എക്സാം എഴുതിയത് 6,136 പേര് മാത്രമാണ്. ഓരോ ജില്ലയും നോക്കിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അല്ലെ, ഈ ഒരു അപ്ലൈ ചെയ്തവരിൽ നിന്ന് പകുതി പോലും ശരിക്കും എന്താണ് എക്സാം എഴുതിയിട്ടില്ല, എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. നോക്കുക, 34,000 സംതിങ് ആൾക്കാർ എറണാകുളത്ത് വന്നപ്പോൾ 29,000 ആൾക്കാർ എവിടെയാണ്, തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷ നൽകിയിട്ട് അതിൽ നിന്ന് 12,270 പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പാലക്കാടാണെങ്കിൽ 41,760 പേര് അപ്ലൈ ചെയ്തിട്ട് നോക്കുക, അതിൽ നിന്ന് 18,417 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി പേര് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഒരു ജില്ലയാണ് ഇത്, മലപ്പുറം എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം 1,00,000 ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് 1,00,000 പോലും എക്സാം എഴുതിയിട്ടില്ല. അപ്പൊ നോക്കുക, ഈ ഒരു ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എക്സാം എഴുതിയവരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ എക്സാം എഴുതിയവർ പലരും എന്താണ് വലിയ രീതിയിൽ പഠനമൊന്നും നടത്താതെ തന്നെയാണ് എക്സാം എഴുതിയത്. പക്ഷെ നോക്കുക, ഇവിടെ എന്താണ്, നമുക്ക് ഒറ്റ ഫേസിലായിരുന്നു എക്സാം നടന്നത്. അപ്പൊ ഈ ഒരു എക്സാം നോക്കുക, LGS എക്സാം നമുക്ക് അറിയായിരുന്നു അല്ലെ, ഒറ്റ ഘട്ടമായിട്ടാണ്. അവിടെ പ്രിലിമിനറി ഒന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ ഘട്ടമായിട്ടാണ് എക്സാം നടന്നത്. എങ്കിൽ പോലും എന്താണ്, എഴുതുന്നവരുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, കുറെ പേരും എന്താണ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ PSC പരീക്ഷ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടെ അവർ സ്വീകരിക്കുന്നില്ല. അതിനൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് PSC കൊണ്ടൊരു ജോലി കിട്ടില്ല എന്നൊക്കെയുള്ളൊരു തോന്നലിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് പോയത്. പിന്നെ കുറെ പേരെ സംബന്ധിച്ച് അവർ ഒരുപാട് സമയം എന്ന് പറയുന്നത് PSCക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, നമുക്കറിയാം അല്ലെ, ഒരു ജോലി ഇല്ലാണ്ട് കുറെ കാലം ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്തായിരിക്കും, കൂടുതലും ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, പ്രൈവറ്റ് ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോ വേണ്ട വിധം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ
ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം നോക്കുക, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം കാസർഗോഡ് ജില്ലയൊക്കെ 18,000 പേര് അപ്ലൈ ചെയ്തതിൽ 8,000 മാത്രമാണ് ആ ഒരു ജില്ലയിൽ എക്സാം എഴുതിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 476, അതായത് 4,76,000 പേര് ഈ ഒരു LGS എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും അതിന്റെ പകുതി 2 ലക്ഷം ആൾക്കാർ മാത്രമാണ്, പകുതിയില്ല അല്ലെ, 2 ലക്ഷം ആൾക്കാർ മാത്രമാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു PSC ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠനം എന്ന് പറയുന്നത് മടുക്കരുത്. കാരണം എന്താണ്, ഇനിയും നമുക്ക് 10th ലെവലിന്റെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പഠനം എവിടെ മാത്രമാണ് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ? നമ്മുടെ കയ്യിൽ ഒരു അഡ്വൈസ് മെമ്മോ കിട്ടിയെങ്കിൽ മാത്രമാണ് നമ്മൾ പഠനം അവസാനിപ്പിക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു എക്സാം ഒക്കെ എഴുതിയവരെ സംബന്ധിച്ച് അവര് അഭിമുഖീകരിച്ച കുറെ ചോദ്യങ്ങൾ ഉണ്ടാവൂല്ലേ, ഇതിൽ നിന്നൊക്കെ നിയമനം നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം എന്താണ്, PSC അത്യാവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ നിയമനം നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ആദ്യത്തെ റാങ്കുകളിൽ എത്താനായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ ഒട്ടും പഠിക്കാതിരിക്കുക. ഈ ഒരു ഇടയിൽ നമ്മൾ ഒരു ആവറേജ് ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും PSC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ക്രാക്ക് ചെയ്യാം, റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം നേടാം, പക്ഷെ എന്താണ്, ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു PSC ജോലി സ്വപ്നം കണ്ടവരാണെങ്കിൽ നിങ്ങൾ അതിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലൊന്നും മനസ്സ് മടുക്കരുത്. നമുക്ക് പല തളർത്തുന്ന ചിന്തകളും ഉണ്ടാകും. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ കൃത്യതയോടുകൂടെ ഫോളോ ചെയ്ത് ആദ്യത്തെ റാങ്കുകളിലൊക്കെ ഇടം പിടിക്കാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ 2025 സംബന്ധിച്ച് PSCയുടെ ഒത്തിരി നോട്ടിഫിക്കേഷൻ വന്നൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതിന്റെ എക്സാംസ് ഒക്കെ തന്നെ ഈ വർഷം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് നല്ലൊരു വർഷമാണ്. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമല്ല. കാരണം എന്താണ്, ഇനി വരുന്ന എക്സാംസിനും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി വരുന്ന എക്സാംസ് ഇപ്പൊ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, കൺഫർമേഷൻ കൊടുക്കുക, എക്സാം എഴുതുക. എക്സാം നല്ല രീതിയിൽ എഴുതണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ ഒരു 10th ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അതായത് സപ്ലൈകോയിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിയമനമുള്ള ഒരു പോസ്റ്റ് ആണ്. നോക്കുക, സാലറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23,000 to 50,000 ആണ്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ക്വാളിഫിക്കേഷൻ നോക്കുക, SSLC ആണ്. ലാസ്റ്റ് ഡേറ്റ്, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 ആണ് കേട്ടോ. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്താണ്, നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ LGS LDC പോലുള്ള എക്സാമിന് വേണ്ടി പഠിച്ചവരാകാം. അതിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്ത് റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആണെങ്കിലും നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്കത് കയ്യിൽ ലഭിക്കുന്നത് വരെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നല്ല രീതിയിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇടയിൽ ഒരു ബ്രേക്ക് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്